ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രേസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ദൈവത്തെ അപ്പാ, എൻ്റെ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിലെ അപ്പാ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലെ നടക്കുന്ന ഒരു മക്കൾ, അപ്പാ എന്ന് വിളിക്കുന്നതിന് പകരം അപ്പൻ്റെ എല്ലാ അവകാശങ്ങളും വിട്ടുപേക്ഷിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വഴിക്ക് മുന്നേറുകയാണ്. അപ്പാ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ അപ്പനായി കണ്ട് എൻ്റെ അപ്പ എന്ന് വിളിക്കാൻ ആകെ ഒരു ജനത മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. ഒരു ക്രിസ്ത്യാനി എൻ്റെ ദൈവത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ എൻ്റെ അപ്പാ എന്ന് വിളിച്ച് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് അപ്പൻ്റെ കരം പിടിച്ചുകൊണ്ട് ആ സമ്പത്ത് മുഴുവനും അവകാശമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം ഇങ്ങനെ ഒരു അപ്പനുണ്ട് എന്ന ഒരു വിചാരം പോലും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. കരുണ അങ്ങേയറ്റം നമ്മിലേക്ക് ചൊരിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട അപ്പൻ്റെ പിന്നാലെ എൻ്റെ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് അപ്പൻ്റെ കൂടെ നമുക്ക് നടക്കാം, ആ കരം പിടിക്കാം, ആ കരുണ സ്വീകരിക്കാം, കരുണയ്ക്ക് വേണ്ടി അപ്പാ അപ്പ എന്ന് വിളിച്ച് കരയാം. ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ പോലെ നമുക്ക് ജീവിക്കാം. ആ അപ്പൻ നമ്മുടെ കരം മുറുകെ പിടിച്ചിട്ടുണ്ട്. ശക്തനും ധീരനുമായിരിക്കുമെന്ന് ജോഷയോട് പറഞ്ഞു. ജോഷ 1:9. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ദൈവം ജോഷയോട് അരുൾ ചെയ്തതുപോലെ ഇന്ന് നമ്മോടും അരുൾ ചെയ്യുന്നുണ്ട്. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ നമ്മുടെ അപ്പൻ്റെ പിന്നാലെ നമുക്ക് പോകാം. ആമേൻ.